അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 31 വെള്ളിയാഴ്ച. രാജ്യം 6.3%-നും 6.8%-ഇടയിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നാണയനിധി, ഏഷ്യൻ വികസന ബാങ്ക്, ലോകബാങ്ക് എന്നീ അന്താരാഷ്ട്ര ഏജൻസികളുടെ വളർച്ചാ അനുമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് സർക്കാരിന്റെ കണക്കുകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാജ്യം വികസന പാതയിലാണെന്നും എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നുവെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും ഇന്ത്യ ഉടൻ ലോകത്തെ 3ാം സാമ്പത്തിക ശക്തിയാകുമെന്നും മധ്യവർഗത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി മരണമടഞ്ഞ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. വികസിത ഇന്ത്യയ്ക്കായുള്ള പരിഷ്കാരങ്ങൾക്ക് ശക്തി പകരുകയാണ് ബജറ്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തവണത്തെ ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതായിരിക്കുമെന്നും ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തേക്കുള്ളതാണ് ഈ ബജറ്റെന്നും യുവാക്കളുടെ ലക്ഷ്യപൂർത്തീകരണം സർക്കാരിന്റെ ദൗത്യമാണെന്നും സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ എന്നും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിലെ പ്രതികൾ നിഗൂഢമായ മനസ്സുള്ളവരാണെന്നും ഇരുവരുടെയും ബന്ധത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ്. തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും വാട്സപ്പ് വീഡിയോ കോളുകൾ വിളിച്ചിരുന്നുവെന്നും ശ്രീതു മതപഠന ക്ലാസുകൾ എടുത്തിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഹരികുമാർ പല സ്ത്രീ പ്രശ്നങ്ങളിൽ കുരുങ്ങിയപ്പോൾ രക്ഷിച്ചുവെന്നാണ് ശ്രീതു പോലീസിന് നൽകിയ മൊഴി. അതിനുശേഷമാണ് തന്നോട് അതിക്രമം കാണിച്ചു തുടങ്ങിയതെന്ന് ശ്രീതു പോലീസിനോട് പറഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഹരികുമാറിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് റൂറൽ SP KS സുദർശൻ. ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുമെന്നും ശ്രീതുവിൻ്റെയും ഹരികുമാറിൻ്റെയും വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും SP വ്യക്തമാക്കി. പ്രതി ഹരികുമാർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി പുറത്തു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും SP പറഞ്ഞു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ മന്ത്രവാദി കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീതുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദിയെ കസ്റ്റഡിയിലെടുത്തത്. തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണങ്ങളുമായി കുടുംബം. കുട്ടി നേരിട്ടത് അതിക്രൂരമായ മാനസിക ശാരീരിക പീഡനമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. നേരത്തെ പഠിച്ച സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാൾ കടുത്ത ശിക്ഷ വിധിച്ചുവെന്നും ആഴ്ചകളോളം സ്കൂളിൽ ഒറ്റപ്പെടുത്തിയെന്നും കുടുംബം പറയുന്നു. കൂടാതെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് സഹപാഠികളിൽ നിന്ന് കിട്ടിയ വിവരമെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും കുടുംബം പറയുന്നു. പാലക്കാട് പൂത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അതുല്യയെയും അഖിലയെയും കുഴൽമന്നം ചിതലിയിൽ വലിയമ്മയുടെ വീട്ടിലെത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ മൂത്ത മകൾക്ക് NHM ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്നും ഇളയ മകളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജിനോടും അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ചെങ്ങന്നൂർ കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെതിരെ ഗവർണറെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിൽ ഒരു മന്ത്രിയാണെന്നും ഇക്കാര്യം പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറിയായി M മെഹബൂബിനെ തെരഞ്ഞെടുത്തു. 47 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 13 പേരെ പുതുതായി ഉൾപ്പെടുത്തി. ക്ഷണിതാവായിരുന്ന KP അനിൽകുമാറിനെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ ബോംബ് ഭീഷണി. വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കുമാണ് ഭീഷണി ഇമെയിലുകൾ ലഭിച്ചത്. ചെന്നൈ US കോൺസുലേറ്റിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ വാർഷിക ദിനത്തിൽ പ്രതികാരം ചെയ്യുമെന്നാണ് ഭീഷണി. നിവേദിത എന്ന പേരിലാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ബോംബ് സ്ക്വാഡും പോലീസും കോളേജിൽ പരിശോധന നടത്തുകയാണ്. കൊച്ചിയിലെ മുനമ്പത്തു നിന്ന് ബംഗ്ലാദേശ് പൗരന്മാരായ 27 പേർ പിടിയിൽ. അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന ഇവരെ ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത്. ക്ലീൻ റൂറൽ എന്ന പേരിട്ട് കൊച്ചിയിൽ നടത്തുന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. സ്ത്രീകളടക്കം പിടിയിലായെന്നാണ് വിവരം. 3 മാസം മുതൽ 10 വർഷം വരെയായി കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്. കേരളത്തിൽ മെച്ചപ്പെട്ട വേതനമുള്ളതിനാലാണ് ഇവർ സംസ്ഥാനത്തേക്ക് എത്തുന്നതെന്നാണ് വിവരം. നടി ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് രാഹുൽ ഈശ്വർ. വ്യാജ കേസ് കൊടുക്കുന്നതിന്റെ വേദന എന്താണെന്ന് ഹണി റോസും അറിയണമെന്നും കേസുമായി ഏതറ്റം വരെയും പോകുമെന്നും തനിക്ക് വേണ്ടി താൻ തന്നെ വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. പൂനെയിൽ ഗില്ലൻ ബാരെ സിൻഡ്രോം വ്യാപിക്കുന്നു. രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തിയവരുടെ എണ്ണം 140ആയി. പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ 73 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സ്ഥിരീകരിച്ചവരിൽ 52 പേർ 30 വയസ്സിൽ താഴെയുള്ളവരാണ്. രോഗം വെള്ളത്തിലൂടെ പടർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. കുംഭമേളയിലെ സമൂഹ വിരുന്നിൽ ഭസ്മം കലർത്തിയ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. വ്യാഴാഴ്ചയാണ് സരോൺ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ബ്രിജേഷ് കുമാർ തിവാരി എന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത്. മഹാകുംഭമേളയ്ക്കെത്തുന്ന ഭക്തർക്ക് നൽകുന്ന സമൂഹ വിരുന്നിലാണ് പോലീസുകാരൻ ഭസ്മം കലർത്തിയത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിക്കുകയും 60-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെ മഹാകുംഭമേള നഗരിയിൽ VIP പ്രോട്ടോകോളിന് നിരോധനം. ത്രിവേണി സംഗമത്തിൽ പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് നിരോധനം. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ച സംഭവത്തിൽ UP സർക്കാരിനെ പിന്തുണച്ച് അഖില ഭാരതീയ അഖാഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് രവീന്ദർ പുരി മഹാരാജ് എല്ലാവരും ഒരു ഘാട്ടിലേക്ക് എത്തിയതാണ് അപകട കാരണമെന്നും ഇനി മുതൽ എല്ലാവരും ഒരു ഘാട്ടിൽ സ്നാനം നടത്തുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും മഹന്ത് രവീന്ദർ പുരി മഹാരാജ് പറഞ്ഞു. UGC നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ ചോദ്യപേപ്പർ ചോർന്നതായി തെളിവില്ലെന്ന് CBI ദില്ലിയിലെ പ്രത്യേക CBI കോടതിയിൽ റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ വർഷം ജൂണിലെ നെറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നുവെന്നായിരുന്നു ആരോപണം. സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ ഒരു വിദ്യാർത്ഥി പ്രചരിപ്പിച്ചത് ഡിജിറ്റലായി മാറ്റം വരുത്തിയ സ്ക്രീൻഷോട്ടാണെന്ന് CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. ബീഹാറിലെ കോൺഗ്രസ് MPക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം. സംഭവത്തിൽ MP മനോജ് കുമാറിന് ഗുരുതര പരിക്കേറ്റു. MPയുടെ വാഹന വ്യൂഹത്തിലെ വാഹനം നാട്ടുകാരനെ തട്ടിയെന്ന് ആരോപിച്ചാണ് ആക്രമണമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ MPയെ ആശുപത്രിയിലേക്ക് മാറ്റി. PA അടക്കം പോലീസുകാരും നാട്ടുകാരും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ആക്രമണം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ കണ്ടുകെട്ടിയ എല്ലാ സ്വത്തുക്കളും തമിഴ്നാട് സർക്കാരിനെ കൈമാറാൻ പ്രത്യേക CBI കോടതി ഉത്തരവിട്ടു. ജയലളിതയുടെ സ്വത്തുക്കളിൽ അവകാശവാദമുന്നയിച്ച ജയലളിതയുടെ മരുമക്കളായ J. ദീപയും J. ദീപക്കും നൽകിയ ഹർജി ജനുവരി 13 കർണാടക ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് തീരുമാനം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിയൻ സ്പേസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ബഹിരാകാശത്തേക്ക് പോകാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഈ വർഷം ജൂണിൽ നടക്കും. ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റാണ് ശുഭാൻഷു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാൻഷു അടക്കം 4 പേരെയാണ് ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബിഷപ്പും മലയാളിയുമായ ജോൺ പെരുമ്പളത്ത് ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു. സ്വകാര്യ ചാനലിലൂടെ യുവതി നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ സഭയുടെ നിർദ്ദേശപ്രകാരമാണ് രാജി. അതേസമയം ആരോപണങ്ങൾ ജോൺ പെരുമ്പളത്ത് നിഷേധിച്ചു. ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക കറൻസി കൊണ്ടുവന്നാൽ 100% തീരുവ നേരിടാൻ തയ്യാറാവണമെന്ന് ട്രംപ് വ്യക്തമാക്കി.
ആഗോള വ്യാപാരത്തിൽ US ഡോളറിന്റെ പങ്ക് ബ്രിക്സ് രാജ്യങ്ങൾ നിലനിർത്തണമെന്നും അല്ലെങ്കിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപ് ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നത്. അതേസമയം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങൾ US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം സെൻട്രൽ മോസ്കിന് പുറത്ത് ഖുറാൻ കത്തിച്ച് പ്രതിഷേധിച്ച സാൽവാൻ മോമിക വെടിയേറ്റ് മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. 38-കാരനായ സാൽവാൻ മോമിക ബുധനാഴ്ച വൈകുന്നേരം സ്റ്റോക്ക്ഹോമിലെ സോഡർ താൽജ ഏരിയയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അമേരിക്കയിൽ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മോദി ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും അമേരിക്കയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയിൽ യാത്രാവിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച സംഭവത്തിൽ ഒബാമയെയും ബൈഡനെയും കുറ്റപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈന്യത്തിലുൾപ്പെടെ ഇവർ കൊണ്ടുവന്ന വംശീയ വൈവിധ്യമാണ് അപകടത്തിന് കാരണമെന്നും അപകട സമയത്ത് പൈലറ്റിന് കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിച്ചില്ലെന്നും അതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൗസിന് 5 കിലോമീറ്റർ അകലെയാണ് 67 പേർ മരിക്കാനിടയായ അപകടം നടന്നത്. നെതർലൻഡ്സിലെ വിക്കൻസിയിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിനിടെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R വൈശാലിക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചതിൽ ക്ഷമാപണം നടത്തി ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ നോദിർബെഗ് യാക്കുബോവ്. സഹോദരൻ പ്രജ്ഞാനന്ദയ്ക്കും അമ്മയ്ക്കുമൊപ്പമെത്തിയ വൈശാലിക്ക് യാക്കുബോവ് പൂക്കളും ചോക്ലേറ്റും സമ്മാനമായി നൽകുന്ന വീഡിയോ എക്സിൽ പങ്കുവച്ചു. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയിലെ 4ാമത്തെ മത്സരം ഇന്ന് വൈകിട്ട് 7-ന് പൂനെയിലെ മഹാരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. പരമ്പരയിലെ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച ഇന്ത്യ നിലവിൽ 2-1 മുന്നിലാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.